ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയുടെ ഒരു ഭാഗം കൂടിയുണ്ട്. IO മാനിപ്പുലേറ്റിംഗ് ഫംഗ്ഷൻ നമ്മുടെ പ്രീ ഡിഫൈൻ ഫംഗ്ഷൻസിലെ അവസാനത്തെ ഫംഗ്ഷനാണ്. അപ്പോൾ എന്താണ് IO മാനിപ്പുലേറ്റിംഗ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് നോക്കാം. ദീസ് ആർ യൂസ്ഡ് ടു മാനിപ്പുലേറ്റ് ദ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഓപ്പറേഷൻസ് ഇൻ C++. എന്താ പറയുന്നത്, ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻസിനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് IO മാനിപ്പുലേറ്റിംഗ് ഫംഗ്ഷൻസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി ഇറ്റ് റിക്വയേഴ്സ് ദ ഹെഡർ ഫയൽ CIO manip അല്ലേ. CIO manip എന്ന് പറയുന്ന ഹെഡർ ഫയൽ യൂസ് ചെയ്താലാണ് നമുക്ക് IO മാനിപ്പുലേറ്റിംഗ് ഫംഗ്ഷൻസിനെ ആക്സസ് ചെയ്യാനൊക്കെ ആയിട്ട് പറ്റുന്നത്. ഇനി ഒരു ഫംഗ്ഷനെ IO മാനിപ്പുലേറ്റിംഗ് ഫംഗ്ഷനിൽ വരുന്നുള്ളൂ, അത് setW എന്നാണ്. ഈ ഒരു ഫംഗ്ഷനാണ് IO മാനിപ്പുലേറ്റിംഗ് ഫംഗ്ഷനായിട്ട് നമ്മൾ പറയുന്നത്. ഇനി എന്താണ് setW? നമുക്ക് നോക്കാം. ദിസ് ഫംഗ്ഷൻ ഈസ് യൂസ്ഡ് ടു സെറ്റ് ദ വിഡ്ത്ത് ഫോർ ദി സബ്സീക്വൻറ്റ് സ്ട്രിങ് അല്ലേ. അതായത് അടുത്തടുത്ത് എഴുതുന്ന സ്ട്രിങ്ങുകൾ തമ്മിലുള്ള വിഡ്ത്ത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നൊരു ഫംഗ്ഷനാണ് setW, സെറ്റ് വിഡ്ത്ത്. അതിന് വേണ്ടിയിട്ടാണ് setW ഫംഗ്ഷൻ നമ്മൾ യൂസ് ചെയ്യുക. നിങ്ങൾക്ക് സിൻടാക്സ് എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ ഒരു കുഞ്ഞ് എക്സാമ്പിൾ തന്നിട്ടുണ്ട്. char s ഈക്വൽ ടു ഹലോ അല്ലേ. ഒരു സ്ട്രിങ്ങിനെ അവിടെ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്, എസ് എന്ന് പറയുന്നത്. എസ്സിൽ എന്താ ഉള്ളത്, ഹലോ എന്ന് പറയുന്ന സ്ട്രിങ് ആണ്. ഇനി എന്താ ചെയ്തിട്ടുള്ളത്, സി ഔട്ടിൽ setW of 10 പിന്നെ എസ്സിനെ പ്രിൻറ്റ് ചെയ്തിട്ടുണ്ട്, setW of 10 ഉണ്ട്, പിന്നെ ഫ്രണ്ട്സിനെയും പ്രിൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താ വരിക, ആദ്യം തന്നെ സി ഔട്ടിൽ എന്താ ഉള്ളത്, setW of 10 അല്ലേ. അതിൻ്റെ താഴെ ഔട്ട്പുട്ട് നോക്കിയേ, കുറച്ച് സ്പേസ് അവിടെ വിട്ടിട്ടുണ്ട്. 10 ക്യാരക്ടേഴ്സിന് വേണ്ടിയിട്ടുള്ളൊരു സ്പേസ്, അതാണ് അതിൻ്റെ അർത്ഥം. സ്പേസ് അവിടെ വിട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് എസ്സിനെ പ്രിൻറ്റ് ചെയ്തപ്പോൾ ഹലോ എന്ന് അവിടെ കാണിച്ചു. അത് കഴിഞ്ഞിട്ട് setW of 10 എന്ന് പറഞ്ഞപ്പോൾ വീണ്ടും 10 ക്യാരക്ടേഴ്സിൻ്റെ സ്പേസ് അവിടെ വിട്ടു, എന്നിട്ട് ഫ്രണ്ട്സിനെ അവിടെ ഡിസ്പ്ലേ ചെയ്തു. അപ്പോൾ നമുക്ക് എത്രത്തോളം ക്യാരക്ടേഴ്സ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളൊരു സ്പേസ് അവിടെ കൊടുക്കണം, അതിന് വേണ്ടിയിട്ടാണ് setW എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ നമ്മൾ യൂസ് ചെയ്യുക. അപ്പോൾ ഇത്രയും കഴിഞ്ഞാൽ നമ്മുടെ പ്രീ ഡിഫൈൻ ഫംഗ്ഷൻസ് കഴിഞ്ഞു. നമ്മൾ ഏതൊക്കെ പ്രീ ഡിഫൈൻ ഫംഗ്ഷൻസാണ് പഠിച്ചത്, സ്ട്രിങ് ഫംഗ്ഷൻസ്, ക്യാരക്ടർ ഫംഗ്ഷൻസ്, മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻസ്, കൺവേർഷൻ ഫംഗ്ഷൻസ്, അതുപോലെ IO മാനിപ്പുലേറ്റിംഗ് ഫംഗ്ഷൻ. ഇത്രയും ഫംഗ്ഷൻസ് നമ്മൾ പ്രീ ഡിഫൈനിൽ പഠിച്ചു. അപ്പോൾ എന്താണ് പ്രീ ഡിഫൈൻഡ്, ഏതൊക്കെയാണ് അതിൽ വരുന്ന ഫംഗ്ഷൻസ്, സബ് കാറ്റഗറീസ് ഏതൊക്കെയാണെന്നൊക്കെ നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ട് അല്ലേ. ഇനി നമുക്ക് എന്താ പഠിക്കാനുള്ളത്, ഫംഗ്ഷൻ എന്താണെന്നാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഫംഗ്ഷനെ 2 ടൈപ്പായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് നമ്മൾ പറഞ്ഞു. ഒന്ന് പ്രീ ഡിഫൈൻഡും ഒന്ന് യൂസർ ഡിഫൈൻഡും. അപ്പോൾ പ്രീ ഡിഫൈൻഡ് നമ്മളുടെ ഓവറോൾ കവർ ചെയ്തു. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളതാണ് യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻസ്. അപ്പോൾ നമുക്ക് എന്താണ് ഒരു യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ പേര് പോലെ തന്നെ എന്താണ് പ്രീ ഡിഫൈൻഡ് പ്രത്യേകത എന്തായിരുന്നു, ഓരോ ഫംഗ്ഷൻസും എന്താണെന്നും ഏതാണെന്നും അതിൻ്റെ ടൈപ്പ് എന്താണെന്നും ഹെഡർ ഫയൽ ഏതൊക്കെയാണെന്നൊക്കെ ഓൾറെഡി ചെയ്തു വെച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് എന്താ ചെയ്താൽ മതി, ഓരോ പർപ്പസിന് ആ ഒരു ഫംഗ്ഷനെ വിളിച്ചാൽ മതി. നമുക്കിപ്പോൾ ഒരു സ്ട്രിങ്ങിൻ്റെ ലെങ്ത്ത് കണ്ടുപിടിക്കണമെങ്കിൽ strlen വിളിച്ചാൽ മതി, വേറെ നമുക്ക് കോഡൊന്നും എഴുതണ്ട ലെങ്ത്ത് കണ്ടുപിടിക്കാൻ. അതേപോലെ ഒരു ക്യാരക്ടറിനെ അപ്പർ കേസിലേക്ക് മാറ്റണം, നമുക്ക് കോഡ് എഴുതണ്ട, ആ ഒരു ഫംഗ്ഷനെ വിളിച്ചാൽ മതി. അതേപോലെ ഓരോ പർപ്പസിനും നമുക്ക് ഓരോ ഫംഗ്ഷൻസ് അവിടെ എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് എന്താ കൂടുതൽ അതിനെ ഡീപ്പായിട്ട് പ്രോഗ്രാം കോഡ് നമുക്ക് എഴുതി വെക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ ഒരു സ്ട്രിങ്ങിൻ്റെ ലെങ്ത്ത് കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ലെങ്ത്ത് കാണാനുള്ള പ്രോഗ്രാം കോഡ് ഉണ്ട്, അത് നമുക്ക് ഫുൾ എഴുതണോ, വേണ്ട. നമുക്ക് എന്ത് വിളിച്ചാൽ മതി, ആ ഒരു ഫംഗ്ഷനെ മാത്രം വിളിച്ചാൽ മതി. അപ്പോൾ ആൾ എന്ത് കണ്ടുപിടിച്ചോളൂ, അവിടെ ആ ഒരു ലെങ്ത്ത് അവിടെ കണ്ടുപിടിച്ചോളൂ. അപ്പോൾ അതാണ് പ്രീ ഡിഫൈൻഡ്. ഇനി യൂസർ ഡിഫൈൻഡ് എന്താ, പേര് പോലെ തന്നെ യൂസർ ഡിഫൈൻ ചെയ്യുന്ന ഫംഗ്ഷൻസാണ് യൂസർ ഡിഫൈൻ ഫംഗ്ഷൻസ്. ചില ഫംഗ്ഷനുകൾ ഇപ്പോൾ നമ്മൾ ഓരോ പ്രോഗ്രാമൊക്കെ എഴുതുമ്പോൾ ചില ഫംഗ്ഷൻസ് നമ്മൾ തന്നെ, അതായത് അതിന് വേറൊരു പ്രീ ഡിഫൈൻ ഫംഗ്ഷൻ ഉണ്ടാവില്ല. ഇപ്പോൾ നമ്മുടെ പർപ്പസിന് വേണ്ടിയിട്ട് നമുക്ക് തന്നെ എന്ത് ചെയ്യാം, ഒരു ഫംഗ്ഷനെ നമുക്ക് അവിടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. യൂസറിന് തന്നെ ക്രിയേറ്റ് ചെയ്യാം, യൂസറിന് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. ഇപ്പോൾ സമ്മ് കണ്ടുപിടിക്കാനാണെങ്കിൽ സമ്മെന്നോ അല്ലെങ്കിൽ പ്രോഡക്റ്റെന്നോ എന്ത് വേണമെങ്കിലും ഒരു ഫംഗ്ഷനായിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഒരു ഫംഗ്ഷൻ്റെ പേര് നമുക്ക് തന്നെ പറയാൻ പറ്റും, അതിൻ്റെ ടൈപ്പ് എന്താണെന്ന് പറയാൻ പറ്റും, അതിന് ആർഗ്യുമെൻ്റ് ഉണ്ടെങ്കിൽ ആർഗ്യുമെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് പറയാൻ പറ്റും, അതിൻ്റെ റിട്ടേൺ ടൈപ്പ് പറയാൻ പറ്റും, നമുക്ക് എല്ലാതും അതിൻ്റെ ബോഡി എന്താണെന്നും അതിലുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് എന്താണെന്നൊക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത്തരത്തിലുള്ള ഫങ്ഷൻസിനെയാണ് യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻ, ഇവിടെ ഒരു സിൻടാക്സ് തന്നിട്ടുണ്ട്.
ഒരു യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ എങ്ങനെയായിരിക്കും, ഇപ്പോൾ നമ്മളായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നൊരു ഫംഗ്ഷനാണ് അല്ലേ. ഇപ്പോൾ നമ്മളായിട്ടൊരു വാരിയബിൾ ഡിക്ലെയർ ചെയ്യുമ്പോഴും നമ്മളായിട്ടൊരു ഫംഗ്ഷൻ ഡിക്ലെയർ ചെയ്യുമ്പോഴും അതിനൊരു സ്പെസിഫൈഡ് സിൻടാക്സ് നമ്മൾ ഫോളോ ചെയ്യാറുണ്ട്. അപ്പോൾ എന്തായിരിക്കും ഒരു യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാനുള്ളൊരു ക്രൈറ്റീരിയ അല്ലെങ്കിൽ ഒരു സിൻടാക്സ് എന്താണ്? ഇവിടെ നോക്കുക. ആദ്യം ഒരു ഡാറ്റ ടൈപ്പ് ഉണ്ടായിരിക്കും, ഡാറ്റ ടൈപ്പ്. പിന്നെ ഫംഗ്ഷൻ്റെ പേര് എന്താണോ ആ ഫംഗ്ഷൻ്റെ പേര്, ആർഗ്യുമെൻറ്റ് ലിസ്റ്റ് ബ്രാക്കറ്റിൽ. ആർഗ്യുമെൻറ്റ് ലിസ്റ്റ് എന്തെങ്കിലും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ലിസ്റ്റ് പാസ് ചെയ്യാം, അല്ലെങ്കിൽ അവിടെ ലിസ്റ്റിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ആർഗ്യുമെൻറ്റ് ലിസ്റ്റ്. എന്നിട്ട് ആ ഫംഗ്ഷൻ എന്താണ് ഉദ്ദേശിക്കുന്നത്, എന്ത് പർപ്പസിന് വേണ്ടിയിട്ടാണ്, അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ എഴുതാനായിട്ട് ഓപ്പണിംഗ് കേളി ബ്രാക്കറ്റ് ഉണ്ടാവും. അതിൻ്റെ ഉള്ളിൽ ബോഡി എഴുതുക, സ്റ്റേറ്റ്മെൻറ്റ്സ് ഇൻ ദി ബോഡി, അത് നമ്മൾ എഴുതുക. അത് കഴിഞ്ഞാൽ നമ്മളത് ക്ലോസ് ചെയ്യുക. ഈ ഒരു പാറ്റേണിലാണ് ഒരു യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ എങ്ങനെയാണ്? ഡാറ്റ ടൈപ്പ് ഉണ്ടാവും, ഫംഗ്ഷൻ്റെ പേരുണ്ടാവും, ബ്രാക്കറ്റ് നിർബന്ധമാണ്. ആ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ ആർഗ്യുമെൻറ്റ് ലിസ്റ്റ് ഓപ്ഷണലാണ്. ആർഗ്യുമെൻറ്റ് ലിസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അവിടെ വയ്ക്കാം, ഇല്ലെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. ആർഗ്യുമെൻറ്റ് ലിസ്റ്റ് അവിടെ വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല. എന്നിട്ട് ഒരു കേളി ബ്രാക്കറ്റ് ഓപ്പണിങ്ങും ക്ലോസിങ്ങും കേളി ബ്രാക്കറ്റ് ഉണ്ടാവും. അതിൻ്റെ ഉള്ളിൽ ആ ഫംഗ്ഷൻ്റെ പർപ്പസ് എന്താണോ ആ സ്റ്റേറ്റ്മെൻറ്റുകൾ നമ്മൾ ബോഡിയായിട്ട് എഴുതുക. മനസ്സിലായല്ലോ? അപ്പോൾ ഈ ഒരു ഫംഗ്ഷൻ ഡെഫിനിഷൻ എന്നാണ് പറയാം. ഇങ്ങനെ നമ്മൾ ഫംഗ്ഷൻ എന്താണ്, അതിൻ്റെ പേരെന്താണ്, ഡാറ്റ ടൈപ്പ് എന്താണ്, ആർഗ്യുമെൻ്റ് ഏതാണ്, അതുപോലെ ബോഡി എന്താണ്, ഇതൊക്കെ ഇങ്ങനെ വിവരിച്ച് ഇങ്ങനെ എഴുതുന്നതിനെ ഫംഗ്ഷൻ ഡെഫിനിഷൻ എന്നാണ് പറയുന്നത്. ഒരു ഫംഗ്ഷനെ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഫംഗ്ഷൻ ഡെഫിനിഷൻ എന്നാണ് നമ്മളിതിനെ പറയുന്നത്. ഇവിടെ ഈ ഡാറ്റ ടൈപ്പ്, ഫംഗ്ഷൻ നെയിം, ആർഗ്യുമെൻ്റ് ലിസ്റ്റ്, ഈ ഒരു ഭാഗത്തിനെയാണ് നമ്മൾ ഫംഗ്ഷൻ ഹെഡർ എന്ന് പറയുന്നത്. ആ ഒരു ഭാഗത്തിന് ഫംഗ്ഷൻ ഹെഡർ എന്നും, ബാക്കി ആ കേളി ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ കിടക്കുന്ന അത്രയും ഭാഗത്തിന് നമ്മൾ ഫംഗ്ഷൻ ബോഡി എന്നുമാണ് പറയാം. കാരണം ഫംഗ്ഷൻ ഹെഡർ എന്ന് പറയുന്നത് എന്താ കാരണം, ഒരു ഫംഗ്ഷൻ്റെ ഹെഡർ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ പേരെന്താണ്, ആർഗ്യുമെൻറ്റ്സ് ഉണ്ടോ, അതിൻ്റെ ടൈപ്പ്, അതുപോലെ ഫംഗ്ഷൻ്റെ ഡാറ്റ ടൈപ്പ്, ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ടാണ് ആ ഒരു ഭാഗത്തിന് മാത്രം നമ്മൾ ഫംഗ്ഷൻ ഹെഡർ എന്ന് പറയുന്നത്. റിമൈനിങ് പാർട്ടിനെ നമ്മൾ ഫംഗ്ഷൻ ബോഡി എന്നാണ് വിളിക്കാറ്. അപ്പോൾ ഇത്രയാണ് ഒരു ഫംഗ്ഷൻ്റെ യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷനിൽ ശ്രദ്ധിക്കാനുള്ളത്. അതുപോലെ തന്നെ ഏതൊരു ഫംഗ്ഷനും നമ്മൾ എഴുതുമ്പോൾ അതിനൊരു റിട്ടേൺ വാല്യൂ ഉണ്ടാവും. ഒരു ഫംഗ്ഷൻ നമ്മൾ എന്തിനാ ക്രിയേറ്റ് ചെയ്യണേ, നമുക്കൊരു റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അല്ലേ. ഇപ്പോൾ നമ്മൾ പ്രീ ഡിഫൈൻഡ് ഫംഗ്ഷനിൽ strlen യൂസ് ചെയ്തു, നമുക്കൊരു റിസൾട്ട് കിട്ടുന്നുണ്ട്, ലെങ്ത്ത്. അതേപോലെ അപ്പർ കേസിലേക്ക് കൺവേർട്ട് ചെയ്യാനുള്ള ഫംഗ്ഷൻ ടു അപ്പർ, നമുക്കൊരു റിസൾട്ട് കിട്ടുന്നുണ്ട് അല്ലേ, അപ്പർ കേസിലുള്ള ലെറ്റേഴ്സ് അല്ലേ, ഇങ്ങനെയൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഏതൊരു ഫംഗ്ഷൻ നമ്മൾ യൂസ് ചെയ്യുമ്പോഴും നമുക്കൊരു റിട്ടേൺ വാല്യൂ ഉണ്ട്, നമുക്ക് ഇങ്ങോട്ടേക്ക് ഒരു റിസൾട്ടിനെ തരുന്നുണ്ട്. അതിനെ നമ്മൾ റിട്ടേൺ വാല്യൂ എന്നാണ് പറയുന്നത്. നമുക്ക് തരുന്ന റിസൾട്ടിന് റിട്ടേൺ വാല്യൂ എന്ന് പറയുന്നു. അതേപോലെ തന്നെ ഏതാണോ ഫംഗ്ഷൻ്റെ ഡാറ്റ ടൈപ്പ്, ആ ഡാറ്റ ടൈപ്പുള്ള അതേ ടൈപ്പിലായിരിക്കും നമുക്ക് ആ റിട്ടേൺ വാല്യൂ ഉണ്ടായിരിക്കുക. ഇപ്പോൾ ഇൻറ്റിലാണ് നമ്മൾ ആ ഒരു ഫംഗ്ഷൻ ഡിക്ലെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന റിട്ടേൺ വാല്യൂ ഇൻറ്റ് ടൈപ്പ് ആയിരിക്കും. അങ്ങനെ റിട്ടേൺ ടൈപ്പും അതുപോലെ തന്നെ റിട്ടേൺ വാല്യൂ നമുക്കുണ്ട് ഒരു ഫംഗ്ഷനെ റിലേറ്റ് ചെയ്തിട്ട്. അപ്പോൾ ഇവിടെ ഒരു യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് ഒരു സിമ്പിൾ മെസ്സേജിനെ പ്രിൻറ്റ് ചെയ്യാനുള്ള ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ. ജസ്റ്റ് ഇപ്പോൾ നമ്മൾ ഒരു മെസ്സേജ് പ്രിൻറ്റ് ചെയ്യാൻ നമ്മൾ എന്താ ചെയ്യുക, സി ഔട്ടിൽ ഹായ് അല്ലെങ്കിൽ വെൽക്കം എന്നൊക്കെ എഴുതും. അപ്പോൾ അതേ സംഭവം തന്നെ ഒരു ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് എങ്ങനെ നമുക്ക് എഴുതാൻ പറ്റും, ഇങ്ങനെ എഴുതാം. വോയിഡ് സേ വെൽക്കം എന്ന് എഴുതിയിട്ട് ബ്രാക്കറ്റ് എഴുതി. അപ്പോൾ വോയിഡ് എന്ന് വെച്ചാൽ എന്താ, നമ്മളുടെ ഡിഫോൾട്ടായിട്ടുള്ള നൾ ക്യാരറ്റ്, അതായത് empty എന്ന് പറയുന്ന ഒരു ഡാറ്റ ടൈപ്പ് നമ്മൾ വോയിഡ് ക്രിയേറ്റ് ചെയ്തു. പ്രത്യേകിച്ച് വേറൊരു ടൈപ്പ് പറയാനില്ലാത്തതുകൊണ്ട് നമ്മൾ വോയിഡ് യൂസ് ചെയ്തു. വോയിഡ് സേ വെൽക്കം എന്ന് പറഞ്ഞാൽ എന്താ, ഫംഗ്ഷൻ്റെ പേര്. ആർഗ്യുമെൻറ്റ് ലിസ്റ്റ് ഒന്നുമില്ല, അപ്പോൾ ജസ്റ്റ് ആ ബ്രാക്കറ്റ്സ് മാത്രമേ ഉള്ളൂ. എന്നിട്ട് അതിൻ്റെ ബോഡിയിൽ നമ്മൾ എന്ത് എഴുതി, സി ഔട്ടിൽ വെൽക്കം ടു ദ വേൾഡ് ഓഫ് ഫങ്ഷൻസ് എന്ന് എഴുതി. അപ്പോൾ നമുക്ക് എന്ത് വരും, ഈ ഒരു ഫംഗ്ഷൻ്റെ ഉള്ളിൽ എന്താണോ എഴുതിയിട്ടുള്ളത് അത് നമുക്ക് പ്രിൻ്റ് ചെയ്ത് വരും. അപ്പോൾ ഇങ്ങനെ ഫംഗ്ഷനായിട്ട് നമുക്കൊരു മെസ്സേജിനെ ഡിസ്പ്ലേ ചെയ്യാനായിട്ട് പറ്റും. ഇനി ഈ ഒരു ബോക്സ് നോക്കിയേ, അതായത് എങ്ങനെയൊക്കെ നമുക്കൊരു യൂസർ ഡിഫൈൻ ഫംഗ്ഷൻ എഴുതാം അത് പറഞ്ഞിരിക്കുകയാണ് അവിടെ. 4 രീതിക്ക് തന്നിട്ടുണ്ട് അല്ലേ. 4 രീതിയിലുള്ള ഫങ്ഷൻസായിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഈ ഫംഗ്ഷൻ 1 നോക്കാം. ഫംഗ്ഷൻ 1ൽ വോയിഡ് സം 1 അല്ലേ, വോയിഡ് ടൈപ്പിൽ സം 1 എന്ന് പറയുന്നൊരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്തു. അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയുണ്ട്, ഇൻറ്റ് a, b, s 3 വേരിയബിൾസ് ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ പറയുകയാണ് സി ഔട്ട് എൻ്റർ 2 നമ്പേഴ്സ് എന്ന് പറഞ്ഞു. 2 നമ്പേഴ്സ് നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് വരും. സീനിൽ എക്കും ബിക്കും നമ്മൾ വാല്യൂസ് കൊടുത്തു.
2 നമ്പേഴ്സ് എൻ്റർ ചെയ്ത് കൊടുത്തു. എസ് ഈക്വൽ ടു എ പ്ലസ് ബി എന്ന് പറഞ്ഞു. അപ്പോൾ എ പ്ലസ് ബി ചെയ്തിട്ടുള്ള സമ്മ് എസ്സിൽ സ്റ്റോർ ചെയ്തു. സി ഔട്ടിൽ സം ഈക്വൽ ടു സമ്മിനെ അവിടെ ഡിസ്പ്ലേ ചെയ്തു. ജസ്റ്റ് സമ്മ് കണ്ടുപിടിക്കാനുള്ളൊരു ഫംഗ്ഷൻ എഴുതിയിരിക്കുകയാണ് അല്ലേ. എന്തൊക്കെയാണ് ഈ ഫംഗ്ഷൻ്റെ, ഈ ഒരു യൂസർ ഡിഫൈൻ ഫംഗ്ഷൻ്റെ പ്രത്യേകത? വോയിഡിലാണ് ടൈപ്പ് ഉള്ളത്. ആർഗ്യുമെൻറ്റ് ലിസ്റ്റ് ഉണ്ടോ? ഇല്ല. ഫംഗ്ഷൻ്റെ പേരെന്താണ്? സം1. അതേപോലെ എന്തൊക്കെ നമുക്ക് ആ സം കണ്ടുപിടിക്കാൻ ചെയ്തിട്ടുണ്ട് അതൊക്കെ നമ്മളവിടെ എഴുതി. ലാസ്റ്റ് സമ്മ് കണ്ടുപിടിച്ചു, സമ്മിനെ അവിടെ ഡിസ്പ്ലേ ചെയ്തു. കോമൺലി നമ്മൾ എഴുതുന്ന പോലെ തന്നെ എഴുതി. ഇനി നെക്സ്റ്റ് ഫംഗ്ഷൻ 2 നോക്കുക. ഫംഗ്ഷൻ 2ൽ എന്താ ഉള്ളത്? ഇൻറ്റ് സം2. എന്നിട്ട് നമ്മൾ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്തി? ഇൻറ്റ് എന്ന് വെച്ചാൽ നമ്മൾ വേറൊരു ടൈപ്പ് അവിടെ കൊടുത്തു. ഇൻറ്റ് സം2 എന്നാണ് ഫംഗ്ഷൻ്റെ പേര്. ആർഗ്യുമെൻറ്റ് ലിസ്റ്റ് ഒന്നുമില്ല, അതുകൊണ്ട് ജസ്റ്റ് ബ്രാക്കറ്റ്സ് മാത്രം ഇട്ടു. ഇനി ഫംഗ്ഷൻ്റെ ബോഡിയിൽ എന്ത് ചെയ്തിട്ടുള്ളത്? ഇൻറ്റ് എ കോമ ബി കോമ എസ് 3 വേരിയബിൾസ് ഡിക്ലെയർ ചെയ്തു. സി ഔട്ടിൽ എൻ്റെ 2 നമ്പേഴ്സ് എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ 2 നമ്പേഴ്സ് എന്ന് പറയുന്ന മെസ്സേജ് അവിടെ വരും. അപ്പോൾ സിയിൽ എയും ബിയും അല്ലേ, എക്കും ബിക്കും നമ്മൾ നമ്പേഴ്സ് കൊടുത്തു. എസ് ഈക്വൽ ടു എ പ്ലസ് ബി എന്ന് എഴുതി. ഇവിടെ നോക്കിയേ, റിസൾട്ടിന് എങ്ങനെ കൊടുത്തിട്ടുള്ളത്? റിട്ടേൺ എസ് അല്ലേ. അപ്പോൾ എന്താ, എസ് എന്ന് പറയുന്ന വേരിയബിളിൽ സമ്മുണ്ട്. സി ഔട്ട് വെച്ചിട്ട് നമ്മളവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടില്ല. അപ്പോൾ എന്ത് ചെയ്തു? റിട്ടേൺ വാല്യൂ ആയിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ എസ്സിനെ ആ ഫംഗ്ഷൻ, ഈ ഒരു ഫംഗ്ഷൻ എവിടേക്കെങ്കിലും ഒരു വാല്യൂ ആയിട്ട് കൊടുക്കുന്നുണ്ട് അല്ലേ, അത് റിട്ടേൺ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ റിട്ടേൺ എസ് എന്ന് പറഞ്ഞാലും നമുക്ക് ആ സമ്മിനെ നമുക്ക് കിട്ടും. മനസ്സിലായോ? അപ്പോൾ റിട്ടേൺ എസ്, അതായത് സി ഔട്ട് യൂസ് ചെയ്തിട്ട് പ്രിൻറ്റ് ചെയ്യാതെ നമ്മൾ ജസ്റ്റ് റിട്ടേൺ എസ് എന്ന് പറയുകയാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് പുറത്തേക്കായിട്ട് എന്ത് കിട്ടും? സം എന്ന് പറയുന്നൊരു വാല്യൂവിനെ കിട്ടും. അപ്പോൾ ഈ രീതിക്കും നമുക്ക് ഫംഗ്ഷൻ എഴുതാം. ഇവിടെ എന്തൊക്കെയാണ് പ്രത്യേകത? വോയിഡിന് പകരം ഇൻറ്റ് യൂസ് ചെയ്തിട്ടുണ്ട് അല്ലേ, ഇൻറ്റ് ടൈപ്പ് യൂസ് ചെയ്തിട്ടുണ്ട്. ആർഗ്യുമെൻറ്റ്സ് ഒന്നുമില്ല. സം2 എന്നാണ് ഫംഗ്ഷൻ്റെ പേര്. ബാക്കിയൊക്കെ കോമൺലി എഴുതിയിട്ടുണ്ട്. ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ, ഫംഗ്ഷൻ്റെ ഉള്ളിൽ തന്നെ സമ്മിനെ പ്രിൻറ്റ് ചെയ്യാതെ അതിൻ്റെ പുറത്തേക്ക് റിട്ടേൺ ചെയ്ത് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. ഇനി ഫംഗ്ഷൻ 3 നോക്കുക. വോയിഡ് സം3 അല്ലേ, വോയിഡ് സം3, വോയിഡ് ടൈപ്പ് സം3 ഫംഗ്ഷൻ്റെ പേര്. 2 ആർഗ്യുമെൻറ്റ്സിനെ പാസ് ചെയ്തിട്ടുണ്ട്, ഇൻറ്റ് എയും ഇൻറ്റ് ബിയും. അപ്പോൾ ഇത് നമുക്ക് പുതിയ ആൾക്കാരാണ് അല്ലേ, നമ്മുടെ ആർഗ്യുമെൻറ്റ്സിനെ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇവിടെ ഇൻറ്റ് എയും ഇൻറ്റ് ബിന്നും ആർഗ്യുമെൻറ്റ്സിന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്താൽ മതി? നമുക്ക് എയും ബിയും ഫംഗ്ഷൻ്റെ ഉള്ളിൽ ഡിക്ലെയർ ചെയ്യേണ്ട. ജസ്റ്റ് സമ്മിനുള്ള വാരിയബിളായിട്ടുള്ള എസ്സിനെ മാത്രം നമ്മൾ ഇൻറ്റിൽ ഡിക്ലെയർ ചെയ്തിട്ട് എസ് ഈക്വൽ ടു എ പ്ലസ് ബി എന്ന് എഴുതി. എന്നിട്ട് സമ്മിനെ അവിടെ പ്രിൻറ്റ് ചെയ്തു. ഇതാണ് ആർഗ്യുമെൻറ്റിൻ്റെ പ്രത്യേകത. ആർഗ്യുമെൻറ്റ്സ് എന്തിനാണ് യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്, ഇവിടെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. ആർഗ്യുമെൻറ്റ്സ് യൂസ് ചെയ്യുന്നത് ഫംഗ്ഷൻ്റെ ഉള്ളിൽ നമുക്ക് ചിലപ്പോൾ വാരിയബിൾസിനെ ഡിക്ലെയർ ചെയ്യേണ്ടി വരില്ല, പുറത്തുനിന്ന് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഈ ഫംഗ്ഷൻ എയും ബിയും ഓൾറെഡി തന്നിട്ടുണ്ട്. അപ്പോൾ ആ എയും ബിയും വെച്ചിട്ട് നമുക്ക് അവിടെ കാര്യങ്ങൾ ചെയ്താൽ മതി. ഓൾറെഡി ആ വാരിയബിൾസിനെ വേറെ സെപ്പറേറ്റ് ഡിക്ലെയർ ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ ഇതാണ് ആർഗ്യുമെൻറ്റ്സ് എന്ന് പറയുന്നത്. ഈ ഫംഗ്ഷനിലേക്ക് വാല്യൂവിനെ കൊണ്ടുവന്നിട്ടുണ്ട് എയും ബിയും. അപ്പോൾ ജസ്റ്റ് അവിടെ എസ്സിനെ മാത്രം ഡിക്ലെയർ ചെയ്തിട്ട് എയും ബിയും പ്ലസ് ചെയ്ത് എസ്സിൽ സ്റ്റോർ ചെയ്താൽ മതി. എന്നിട്ട് സം ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് സമ്മിനെ ഡിസ്പ്ലേ ചെയ്തു. അപ്പോൾ ഈ ഫംഗ്ഷൻ്റെ പ്രത്യേകത എന്താ? വോയിഡാണ് ടൈപ്പ്, 2 ആർഗ്യുമെൻറ്റ്സിനെ അവിടെ യൂസ് ചെയ്തിട്ടുണ്ട്, സമ്മിനെ അതിൻ്റെ ഉള്ളിൽ തന്നെ ഡിസ്പ്ലേ ചെയ്തു. വോയിഡ് യൂസ് ചെയ്യുമ്പോൾ എന്തുകൊണ്ടാണ് ഈ സി ഔട്ടിൽ ഡിസ്പ്ലേ ചെയ്യണേ? വോയിഡിന് ഒരു എന്താ പറയുക, എം ടി ഡാറ്റയല്ലേ, അതുകൊണ്ടൊരു റിട്ടേൺ ടൈപ്പ് വാല്യൂ ഉണ്ടായിരിക്കില്ല. അതുകൊണ്ടാണ് അതിൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ ആ റിസൾട്ടിനെ പ്രിൻറ്റ് ചെയ്യണത്. ഇനി ഫംഗ്ഷൻ 4 നോക്കാം. ഫംഗ്ഷൻ 4ൽ ഇൻറ്റ് സം4, ഇൻറ്റ് എ ഇൻറ്റ് ബി, ഇൻറ്റ് ടൈപ്പിൽ സം4 എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ആർഗ്യുമെൻറ്റ്സ് ആയിട്ട് ഇൻറ്റ് എയും ഇൻറ്റ് ബിയും കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ഉള്ളിൽ നമ്മൾ ജസ്റ്റ് എസ് അല്ലേ, സമ്മ് കണ്ടുപിടിക്കാനുള്ള എസ്സിനെ നമ്മൾ ഡിക്ലെയർ ചെയ്തു. ഇൻറ്റ് എസ് ഈക്വൽ ടു എ പ്ലസ് ബി എന്ന് പറഞ്ഞു. എന്നിട്ട് റിട്ടേൺ എസ് എന്ന് പറഞ്ഞു. എന്താ പ്രത്യേകത? നമ്മൾ ഫംഗ്ഷൻ 2 വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും അല്ലേ, ഇൻറ്റ് ടൈപ്പിൽ സം4 എന്ന് പറയുന്നൊരു ഫംഗ്ഷൻ ഡിക്ലെയർ ചെയ്തു. അതിന് 2 ആർഗ്യുമെൻറ്റ്സ് നമ്മൾ പാസ് ചെയ്തു. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ജസ്റ്റ് സമ്മ് കണ്ടുപിടിച്ച് ആ സമ്മിനെ റിട്ടേൺ ചെയ്താൽ മതി. അപ്പോൾ ഈ രീതിക്കാണ് നമ്മൾ യൂസർ ഡിഫൈൻ ഫങ്ഷൻസ് ചെയ്തത്. എങ്ങനെയൊക്കെ എഴുതാം, അതാണ് അതിൽ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ രീതിക്കാണ് നമ്മളെ ഒരു യൂസർ ഡിഫൈൻ ഫങ്ഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇനി ഇവിടെ ഒരു പ്രോഗ്രാം തന്നിട്ടുണ്ട്. യൂസർ ഡിഫൈൻ ഫങ്ഷൻ യൂസ് ചെയ്തിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പെർഫെക്റ്റ് നമ്പർ ചെക്കിങ്. അതായത് ഒരു നമ്പർ കൊടുക്കുന്നു, അത് പെർഫെക്റ്റ് നമ്പർ ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യുന്നു. പെർഫെക്റ്റ് ആണെങ്കിൽ പെർഫെക്റ്റ് എന്ന് വരും, അല്ലെങ്കിൽ നോട്ട് എ പെർഫെക്റ്റ് എന്ന് പറഞ്ഞിട്ട് വരും. ഇനി എന്താണ് ഈ പെർഫെക്റ്റ് നമ്പർ എന്ന് പറയുന്നത്? ഇപ്പോൾ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ അതെങ്ങനെയാണ് പെർഫെക്റ്റ് ആണെന്ന് പറയാം. അതായത് ഇപ്പോൾ 28 എന്ന് പറയുന്ന ഒരു നമ്പർ, ആ ഒരു 28ൻ്റെ ഫാക്ടേഴ്സ് നോക്കുക. ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ഏതൊക്കെ വരിക? 1, 2, 4,
7, 14 ഇത്രയാണ് 28ൻ്റെ ഫാക്ടേഴ്സ്. അപ്പോൾ ആ 28ൻ്റെ ഫാക്ടേഴ്സ് ആയിട്ടുള്ള ഈ നമ്പേഴ്സൊക്കെ, അതായത് 1ഉം 2ഉം 4ഉം 7ഉം 14ഉം തമ്മിൽ പ്ലസ് ചെയ്യുമ്പോൾ അതേ നമ്പർ, അതായത് 28 തന്നെ കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ 28 തന്നെ കിട്ടുന്നുണ്ടെങ്കിൽ 28 എന്ന് പറയുന്നത് പെർഫെക്റ്റ് നമ്പർ ആയിരിക്കും, അല്ലെങ്കിൽ അത് പെർഫെക്റ്റ് അല്ലായിരിക്കും. അപ്പോൾ ഏതൊരു നമ്പർ ആണെങ്കിലും ആ ഒരു നമ്പറിൻ്റെ ഫാക്ടേഴ്സ് എടുക്കുക. ആ ഫാക്ടേഴ്സ് എല്ലാതും പ്ലസ് ചെയ്യുമ്പോൾ നമ്മൾ കൊടുത്ത അതേ നമ്പർ തന്നെ കിട്ടുന്നുണ്ടെങ്കിൽ ആ അത്ര നമ്പേഴ്സിനെയാണ് നമ്മൾ പെർഫെക്റ്റ് നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ അത് ചെക്ക് ചെയ്യുന്ന പ്രോഗ്രാമാണത്. അപ്പോൾ ഇവിടെ 2 രീതിയിലുള്ള പ്രോഗ്രാംസ് വന്നിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ, അതായത് പ്രോഗ്രാം 10.5, പ്രോഗ്രാം 10.6 ഉണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം 10.5 നോക്കുക. 10.5ൽ ആദ്യം തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, ഹെഡേഴ്സ് എഴുതിയിട്ടുണ്ട്. ഹാഷ് ഇൻക്ലൂഡ് IO സ്ട്രീം യൂസിങ് നെയിംസ്പേസ് std ഇൻറ്റ് സം ഫാക്ട്. അതായത് നമ്മൾ സാധാരണ ഇൻറ്റ് മെയിൻ എന്നാണ് പറയാറ് അല്ലേ. യൂസിങ് നെയിംസ്പേസ് std കഴിഞ്ഞാൽ നമ്മുടെ മെയിൻ ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ ഇവിടെ നമ്മളുടെ മെയിൻ ഫംഗ്ഷന് മുകളിലായിട്ടാണ് യൂസർ ഡിഫൈൻ ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നോക്കി, ഇൻറ്റ് സം ഫാക്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ട് അതിൻ്റെ ഓപ്പണിംഗ് ബ്രാക്കറ്റും ക്ലോസിംഗ് ബ്രാക്കറ്റും നോക്കുക. അതിന് താഴെയാണ് ഇൻറ്റ് മെയിൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉള്ളത്. അപ്പോൾ നമ്മൾ മുകളിലേ തന്നെ, മെയിൻ ഫംഗ്ഷന് മുകളിലേ തന്നെ നമ്മുടെ ഫംഗ്ഷൻ ഡിക്ലെയർ ചെയ്ത് അല്ലെങ്കിൽ ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതിൽ നോക്കുക, ഇൻറ്റ് സം ഫാക്ട് ഓഫ് ഇൻറ്റ് n അല്ലേ. ഇൻറ്റ് ടൈപ്പിൽ സം ഫാക്ട് എന്ന് പറയുന്നൊരു ഫംഗ്ഷൻ്റെ പേര്, അതിൻ്റെ ഉള്ളിൽ ഇൻറ്റ് n, അതായത് ഒരു ആർഗ്യുമെൻ്റ് ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്തിട്ടുള്ളത്, ഇൻറ്റ് i സം s = 0. i എന്ന് പറയുന്ന ഒരു വാരിയബിളും s എന്ന് പറയുന്ന ഒരു വാരിയബിളും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് പെർഫെക്റ്റ് നമ്പർ ആണോ ചെക്ക് ചെയ്യാൻ ഫാക്ടേഴ്സ് എല്ലാം എടുത്തിട്ട് അത് പ്ലസ് ചെയ്യാനുള്ള ഒരു ഫംഗ്ഷനായിട്ടാണ് സം ഫാക്ട് എന്ന് പറയുന്ന ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഐയും എസും ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ പെർഫെക്റ്റ് നമ്പറിൻ്റെ സം നോക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു നമ്പർ, ഇപ്പോൾ ഏത് നമ്പറാണോ ആ നമ്പറിൻ്റെ ഫാക്ടേഴ്സിനെ ആദ്യം എടുക്കുന്നു, എന്നിട്ട് ഓരോ ഫാക്ടേഴ്സിൻ്റെയും സമ്മ് കണ്ടുപിടിക്കുകയാണ്. അപ്പോൾ i = 1, i ≤ n/2, i++, ഓരോ 1, 2, 3 അങ്ങനെ ഓരോന്നും എടുക്കും. എന്നിട്ട് എന്ത് ചെയ്യും, ഇഫ് n mod i = 0 ആണെങ്കിൽ, അതായത് 1, 2, 3, 4 അങ്ങനെ ഓരോ നമ്പേഴ്സും എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ കൊടുക്കുന്ന നമ്പറായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 0 വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. റിമൈൻഡർ 0 വരുന്നുണ്ടെങ്കിൽ അത് എന്താണ്, ഫാക്ടർ ആണെന്നാണ്. അപ്പോൾ ഫാക്ടർ ആണെങ്കിൽ തന്നെ അപ്പോൾ തന്നെ എന്ത് ചെയ്യുന്നു, സമ്മിലേക്ക് ഓരോ ഐനെയും നമ്മൾ പ്ലസ് ചെയ്ത് കയറ്റും. അപ്പോൾ ഈ ഒരു ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് സമ്മ് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഈ ഫംഗ്ഷൻ എന്താ നമുക്ക് റിട്ടേൺ ചെയ്ത് തരുന്നത്, സമ്മായിരിക്കും റിട്ടേൺ ചെയ്ത് തരുന്നത്. അപ്പോൾ റിട്ടേൺ എസ് എന്ന് പറഞ്ഞു. ഇനി താഴെ ഇൻറ്റ് മെയിൻ ഫംഗ്ഷനിലേക്ക് വരിക. അവിടെ നം എന്ന് പറയുന്നൊരു വാരിയബിൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. എൻ്റർ ദി നമ്പർ എന്ന് പറഞ്ഞു, നമ്മിലേക്ക് ഒരു വാല്യൂ കൊടുത്തു. അവിടെ ചെക്ക് ചെയ്യാണ്, ഇഫ് നം = സം ഫാക്ട് ഓഫ് നം, അതായത് നമ്മൾ കൊടുത്ത നമ്മും സം ഫാക്ട് ഓഫ് നം, അതായത് സം ഫാക്ട് ഓഫ് നം എന്ന് പറയുന്നത് സം ഫാക്ട് എന്ന് പറയുന്ന മുകളിലുള്ള ഫംഗ്ഷനെ വിളിക്കുകയാണ്. അപ്പോൾ അത് സം ഫാക്ട് എക്സിക്യൂട്ട് ചെയ്തിട്ട് അവിടെ നിന്ന് സമ്മിനെയും കൊണ്ടുവരും. അപ്പോൾ നമ്മും സമ്മും ഈക്വൽ ആണോ എന്ന് ചെക്ക് ചെയ്യും. ആണെങ്കിൽ പെർഫെക്റ്റ് നമ്പർ എന്ന് പ്രിൻറ്റ് ചെയ്യും, അല്ലെങ്കിൽ നോട്ട് പെർഫെക്റ്റ് എന്ന് പ്രിൻറ്റ് ചെയ്യും. എന്നിട്ട് റിട്ടേൺ 0 പറയും. അപ്പോൾ ഈ ഒരു പ്രോഗ്രാം 10.5 എന്ന് പറയുന്ന ഈ ഒരു പ്രോഗ്രാം വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഔട്ട്പുട്ട് കിട്ടും. ഔട്ട്പുട്ട് താഴെ തന്നിട്ടുള്ളതാണ്. എൻ്റർ ദി നമ്പർ എന്ന് പറയുക 28 എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് അവിടെ ചെക്ക് ചെയ്ത് പെർഫെക്റ്റ് നമ്പറാണ് എന്ന് ഡിസ്പ്ലേ ചെയ്തു വന്നു. ഇനി ഇതിൻ്റെ ഒരു പ്രത്യേകത, ഈ ഒരു 10.5 എന്ന് പറയുന്ന ഈ ഒരു പ്രോഗ്രാമിനെ ബേസ് ചെയ്തിട്ട് പറയാനുള്ളത്, ഒരു പ്രോഗ്രാം വർക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ മെയിൻ ഫംഗ്ഷൻ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുക. അതിന് മുകളിലോ താഴെയോ ഏതൊക്കെ ഫംഗ്ഷൻസ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും മെയിൻ ഫംഗ്ഷൻ ആയിരിക്കും ആദ്യം സ്റ്റാർട്ട് ചെയ്യണത്. അപ്പോൾ കമ്പൈലർ ആദ്യം തന്നെ നോക്കും, ഹാഷ് ഇൻക്ലൂഡും യൂസിങ് നെയിംസ്പേസ് std ഉണ്ടോ നോക്കും. പിന്നെ ഒരു കമ്പൈലർ കാണുന്നത് എന്താ, ഇൻറ്റ് സം ഫാക്ട് ഇൻറ്റ് n എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫംഗ്ഷൻ അവിടെ കണ്ടു, പക്ഷെ അത് വർക്ക് ചെയ്യില്ല, എക്സിക്യൂട്ട് ചെയ്യില്ല, ജസ്റ്റ് അതിനൊന്ന് കണ്ടു. അത് കഴിഞ്ഞിട്ട് നേരെ മെയിൻ ഫംഗ്ഷനിലേക്ക് വരും. മെയിൻ ഫംഗ്ഷൻ കണ്ട വശം തന്നെ നമ്മുടെ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്ത് തുടങ്ങും. എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ നം എന്ന് പറയുന്ന വാരിയബിൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. എൻ്റർ ദി നമ്പർ എന്ന് പറഞ്ഞു, നമ്മൾ കൊടുത്തു. അവിടെ ചെക്ക് ചെയ്യാണ്, നം = സം ഫാക്ട് ഓഫ് നം എന്ന് പറയുമ്പോൾ സം ഫാക്ട് എവിടെയുള്ളത്, മുകളിൽ എഴുതി വെച്ചിട്ടുണ്ട് അല്ലേ. നേരെ സം ഫാക്ടിലേക്ക് പോവും. അവിടെ സമ്മിനെ കണ്ടുപിടിച്ച് തിരികെ വരും, പെർഫെക്റ്റ് നമ്പർ എന്ന് പ്രിൻറ്റ് ചെയ്യും അല്ലേ, അല്ലെങ്കിൽ നോട്ട് എ പെർഫെക്റ്റ് എന്ന് പ്രിൻറ്റ് ചെയ്യും. ഇങ്ങനെയാണ് ഈ ഒരു ഫംഗ്ഷൻ വർക്ക് ചെയ്യുന്നത്. ഇനി പ്രോഗ്രാം 10.6 നോക്കുക. 10.6ൽ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇൻറ്റ് മെയിൻ മുകളിലും സം ഫാക്ട് എന്ന് പറയുന്ന ഫംഗ്ഷൻ താഴെയാണ് എഴുതിയിട്ടുള്ളത്. അത്രയുള്ള വ്യത്യാസം. നമ്മൾ 10.5 എന്ന് പറയുന്ന പ്രോഗ്രാമിൽ മുകളിൽ പറഞ്ഞ ഫംഗ്ഷൻ നേരെ മെയിൻ ഫംഗ്ഷൻ കഴിഞ്ഞ് താഴെയാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പ്രോഗ്രാം വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ, പ്രോഗ്രാം 10.6 വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഔട്ട്പുട്ട് കിട്ടില്ല. ഔട്ട്പുട്ടിൽ
എററായിരിക്കും വരിക, നമുക്ക് തെറ്റായിട്ടുള്ളൊരു ഔട്ട്പുട്ടായിരിക്കും, അതായത് കമ്പൈലേഷൻ എറർ വരും. കാരണം എന്താ, അതായത് ഇപ്പോൾ ഈ ഒരു പ്രോഗ്രാം വർക്ക് ചെയ്യുന്ന സമയത്ത് കമ്പൈലർ നോക്കുന്നു, ആദ്യം തന്നെ ഹെഡേഴ്സ് നോക്കും, ഹാഷിംഗ് കൂടെ സ്ട്രീം യൂസിങ് SPSS നേരെ ഇൻഡൊമെയിൻ കണ്ടു, അപ്പോൾ അത് വർക്ക് ചെയ്തു അല്ലേ. നം എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഉണ്ട്, എൻ്റെ അടുത്ത് നമ്പർ എന്ന് പറഞ്ഞു, നമ്പർ എൻ്റർ ചെയ്തു, അവിടെ ചെക്ക് ചെയ്യും ഇഫ് നം ഈക്വൽ ടു സം ഫാക്ട് ഓഫ് നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പൈലർ അവിടെ എറർ കാണിക്കുകയാണ് ചെയ്യുക. കാരണം കമ്പൈലറിന് സം ഫാക്ട് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയിട്ടില്ല ഇതുവരെ. ഈ ഒരു ഫ്ലോയിൽ സം ഫാക്ട് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ടോയെന്നോ ഇല്ലയോന്നോ അതിൻ്റെ ടൈപ്പ് എന്താണെന്നൊന്നും കമ്പൈലറിന് കിട്ടിയിട്ടില്ല. അപ്പോൾ ഇവിടെ ഈ ഒരു ഫംഗ്ഷൻ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ടുള്ളൊരു എററായിരിക്കും നമുക്ക് വരുന്നത്. അപ്പോൾ ഈ ഒരു കേസിൽ സാധാരണ മെയിൻ ഫംഗ്ഷന് മുകളിലായിട്ട് നമ്മൾ എന്ത് ഫംഗ്ഷൻസും ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, യൂസർ ഡിഫൈൻഡ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ മെയിൻ ഫംഗ്ഷന് മുകളിലായിട്ട് എഴുതാൻ ശ്രമിക്കുക. ഇനി ഇങ്ങനെയാണ്, ഈ ഒരു രീതിയിലാണ് നമ്മൾ എഴുതുന്നതെങ്കിൽ, മെയിൻ ഫംഗ്ഷൻ കഴിഞ്ഞ് താഴെയാണ് നമ്മൾ ഫംഗ്ഷൻസ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഒരു കാര്യം ശ്രദ്ധിക്കുക, കമ്പൈലറിന് മെയിൻ ഫംഗ്ഷൻ്റെ ഉള്ളിലായിരിക്കും നമ്മൾ പുറമേ എഴുതുന്ന ഫംഗ്ഷൻസിനെ കോൾ ചെയ്യുന്നത്. അപ്പോൾ കോൾ ചെയ്യുന്ന സമയത്ത് ആ കമ്പൈലറിന് ആ ഫംഗ്ഷനെ പറ്റിയിട്ടൊരു ഇൻഫോർമേഷൻ കിട്ടിയിട്ടില്ല, അപ്പോഴാണ് നമുക്ക് ആ ഒരു തരത്തിലുള്ള എറർ വരുന്നത്. അപ്പോൾ ഈ ഇത്തരം സിറ്റുവേഷൻസ് വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക, ഈ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള യൂസർ ഡിഫൈൻഡ് ആയിട്ടുള്ള ഫംഗ്ഷനെ പറ്റിയിട്ടുള്ള ഒരു ചെറിയൊരു ഇൻഫോർമേഷൻ നമ്മൾ മെയിൻ ഫംഗ്ഷന് തൊട്ട് മുകളിലായിട്ടൊന്ന് എഴുതി കൊടുക്കുക. എന്താണ് ടൈപ്പ് എന്നും എന്താണ് ഫംഗ്ഷൻ്റെ പേരെന്നും എത്ര ആർഗ്യുമെൻ്റ് ഉണ്ടെന്നും മാത്രം മതി. ആ ഒരു ലൈൻ മാത്രം എഴുതുക. എങ്കിൽ എപ്പോൾ മാത്രം നമ്മുടെ മെയിൻ ഫംഗ്ഷൻ കഴിഞ്ഞിട്ടാണ് ഒരു യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ മാത്രം. അപ്പോൾ ആ യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷനെ പറ്റിയിട്ടുള്ള ഒരു ചെറിയ ഇൻഫോർമേഷൻ നമ്മൾ മെയിൻ ഫംഗ്ഷന് മുകളിലായിട്ട് എഴുതി കൊടുക്കുക. അപ്പോൾ നമുക്ക് ഈ രീതിക്ക് 10.6 ഈ രീതിക്ക് നമുക്ക് പ്രോഗ്രാം നമുക്ക് എഴുതാനായിട്ട് പറ്റും. നെക്സ്റ്റ് ഒരു ടോപ്പിക്കാണ് പ്രോട്ടോടൈപ്പ് ഓഫ് ഫംഗ്ഷൻ. പ്രോട്ടോടൈപ്പ് എന്ന് പറഞ്ഞത് നമ്മൾ നേരത്തെ പറഞ്ഞ പ്രോഗ്രാം 10.6 ബേസ് ചെയ്തിട്ട് തന്നെ. ഇപ്പം നമ്മൾ പറഞ്ഞില്ലേ, മെയിൻ ഫംഗ്ഷൻ കഴിഞ്ഞിട്ടാണ് ഒരു യൂസർ ഡിഫൈൻ ഫംഗ്ഷൻ എഴുതുന്നതെങ്കിൽ മെയിൻ ഫംഗ്ഷന് മുൻപേ ആ ഫംഗ്ഷനെ പറ്റിയിട്ടുള്ളൊരു ചെറിയ ഇൻഫോർമേഷൻ കൊടുക്കണം. അതിനെയാണ് ഈ പ്രോട്ടോടൈപ്പ് എന്ന് പറയുന്നത്, ഫംഗ്ഷൻ ഡിക്ലറേഷൻ എന്ന് പറയും. അപ്പോൾ ഇവിടെ എന്താണ് ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ് എന്ന് പറയുന്നുണ്ട്, നമുക്ക് നോക്കാം. It is the declaration of a function by which compiler is provided with the information about the function, such as the name of the function, its return type, the number and type of arguments and its accessibility. അപ്പോൾ എന്താ പറയുന്നത്, ഒരു ഫംഗ്ഷനെ പറ്റിയിട്ടുള്ളൊരു ഇൻഫോർമേഷൻ, അതെന്ത്, ഈ ഫംഗ്ഷൻ്റെ പേര്, അതിൻ്റെ റിട്ടേൺ ടൈപ്പ്, നമ്പർ ഓഫ് ആർഗ്യുമെൻറ്റ്സിൻ്റെ ടൈപ്പ്, അതിൻ്റെ ആക്സസിബിലിറ്റി, ഇതൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ ഒരു ഫംഗ്ഷനെ ഡിക്ലെയർ ചെയ്യുന്നതിനെയാണ് പ്രോട്ടോടൈപ്പ് എന്ന് പറയുന്നത്. ഇനി എങ്ങനെ വേണം ഡിക്ലെയർ ചെയ്യാൻ, ജസ്റ്റ് ഈ ഒരു സിൻടാക്സിൽ മാത്രം ഡിക്ലെയർ ചെയ്താൽ മതി. എങ്ങനെ, ഡാറ്റ ടൈപ്പ് പറയുക, ഫംഗ്ഷൻ്റെ പേര് പറയുക, ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ ആർഗ്യുമെൻ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ആർഗ്യുമെൻ്റ് ലിസ്റ്റ് അവിടെ പ്രൊവൈഡ് ചെയ്യുക, സെമി കോളൻ ഇടാം. ഇവിടെ എക്സാമ്പിളായിട്ട് തന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ 10.6 എന്ന് പറഞ്ഞ നേരത്തെ ഒരു പ്രോഗ്രാം പറഞ്ഞല്ലോ, ആ പ്രോഗ്രാമിൽ എറർ വരും എന്ന് നമ്മൾ പറഞ്ഞല്ലോ. ആ എറർ സോൾവ് ചെയ്യാനായിട്ട് എന്ത് ചെയ്താൽ മതി, മെയിൻ ഫംഗ്ഷൻ്റെ മുകളിൽ ഇങ്ങനെ എഴുതിയാൽ മതി, ഇൻറ്റ് സം ഫാക്ട് ഓഫ് ഇൻറ്റ്, അത്ര മാത്രം. വാരിയബിൾ എന്താണെന്നൊന്നും പറയണ്ട, ആർഗ്യുമെൻറ്റിൻ്റെ ടൈപ്പ് പറഞ്ഞാൽ മതി. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളൊരു പ്രോട്ടോടൈപ്പ് ക്രിയേറ്റ് ചെയ്യണത്. എപ്പോൾ മാത്രം, ഒരു മെയിൻ ഫംഗ്ഷന് കഴിഞ്ഞ് അല്ലേ, മെയിൻ ഫംഗ്ഷൻ കഴിഞ്ഞ് ഫംഗ്ഷൻസ് ഡിക്ലെയർ ചെയ്താൽ മാത്രം. ഇനി മെയിൻ ഫംഗ്ഷന് മുകളിലായിട്ടാണ് നമ്മൾ ഫംഗ്ഷൻ ചെയ്തതെങ്കിൽ ഈ പ്രോട്ടോടൈപ്പിൻ്റെ ആവശ്യം അവിടെ ഇല്ല. ഓൾറെഡി മെയിനിന് മുകളിൽ ഫംഗ്ഷൻ്റെ കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്, അതുകൊണ്ട് നമുക്ക് ഡിക്ലെയർ ചെയ്യേണ്ട കാര്യമില്ല. ഇൻ കേസ് മെയിൻ ഫംഗ്ഷൻ കഴിഞ്ഞിട്ടാണ് ഫംഗ്ഷൻ എഴുതുന്നതെങ്കിൽ മാത്രമേ മെയിൻ ഫംഗ്ഷന് മുകളിലായിട്ട് ഈ ഫംഗ്ഷൻ്റെ പ്രോട്ടോടൈപ്പ് എഴുതേണ്ട ആവശ്യമുള്ളൂ.